عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد. ബഹുമാന്യരായ പരിശുദ്ധ ഖുർആന്റെ പഠിതാക്കളെ, സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ഏകനായ പടച്ചറബിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് തഖ്വയോടുകൂടി കഴിയണേ എന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നു, പ്രത്യേകമായി വസിയ്യത്ത് ചെയ്യുന്നു. സൂറത്ത് സജദയുടെ 7ാമത്തെ ക്ലാസ്സിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഇതിനിടക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ പലരും തന്നെ പരിശുദ്ധ ഖുർആൻ കാണാതെ പഠിച്ചിട്ടുണ്ട്, ഈ സൂറത്ത് കാണാതെ പഠിച്ചിട്ടുണ്ട്. അത് നമസ്കാരത്തിൽ പാരായണം ചെയ്യാൻ ആരംഭിച്ചിട്ടുണ്ട്. കുറെ ആളുകളൊക്കെ ഓതി തരുന്നുണ്ട്, PM വന്നിട്ട് ഓതി തരുന്നുണ്ട്, അതേപോലെ ഓതി അയക്കുന്നുണ്ട്. അള്ളാഹു അവർക്ക് എല്ലാവർക്കും പ്രത്യേകം പുണ്യം നൽകട്ടെ, ബർക്കത്ത് നൽകട്ടെ എന്ന് ദുആ ചെയ്യാണ്. അവരിൽ നിന്ന് അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ നാട് ഇന്ന് കടന്നു പോകുന്ന അവസ്ഥകൾ നമുക്കറിയാം. പരീക്ഷണങ്ങളിലൂടെ വീണ്ടും മുന്നോട്ട് പോവുകയാണ്. നമ്മളെ അള്ളാഹു വീണ്ടും വീണ്ടും പരീക്ഷണത്തിന് വേണ്ടി വിധേയമാക്കുകയാണ്. നമുക്കറിയില്ല ആത്യന്തികമായി എന്താണ് ഇതിന്റെ ഉദ്ദേശമെന്ന്. ഏതായിരുന്നാലും അള്ളാഹുവെ, ഈ ഞങ്ങൾ നേരിടുന്ന എല്ലാ കാര്യങ്ങളും എളുപ്പമുള്ളതും ഞങ്ങളുടെ ഭാവി ജീവിതത്തിന്, പരലോക ജീവിതത്തിന് ഏറ്റവും ഗുണകരവുമായി മാറ്റി തീർക്കുമാറാകണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങള് ക്ഷമിക്കാൻ നിന്റെ കൽപ്പനയുണ്ട്, ഞങ്ങൾ ക്ഷമിക്കുന്നു. നിന്നോട് തവക്കുൽ ചെയ്തുകൊണ്ട്, നിന്റെ മുമ്പിൽ തവക്കുൽ ചെയ്തുകൊണ്ട്, എല്ലാം നിന്നെ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ജീവിക്കുന്നു. ഏറ്റവും നല്ല രൂപത്തിൽ ഈ കാര്യങ്ങളുടെ ഒക്കെ പര്യവസാനം ഞങ്ങൾക്ക് നീ കാണിച്ചു തരുമാറാകണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മള് അടുത്ത ആയത്തിലേക്ക് പോകുന്നതിന് മുമ്പ് കഴിഞ്ഞ ആഴ്ചകളിൽ മൊത്തം നമ്മൾ പറഞ്ഞു പോകുന്ന വിഷയങ്ങൾ നമ്മളൊന്ന് നോക്കുക. പരിശുദ്ധ ഖുർആൻ പഠനത്തിന്റെ പ്രാധാന്യം, എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഖുർആന്റെ മുമ്പിൽ ഇരിക്കുന്നത്, പ്രത്യേകിച്ച് സൂറത്ത് സജദയുടെ മുമ്പിൽ ഇരിക്കുന്നത് എന്ന കാര്യം നമ്മൾ സംസാരിച്ചു. എന്നിട്ട് റൂഹും ജസദുമുള്ള നമ്മൾ പരിചയപ്പെട്ടു. നമ്മുടെ സൃഷ്ടിപ്പിന്റെ തുടക്കം എന്താണ്, നമ്മിൽ എങ്ങനെയാ റൂഹ് വന്നപ്പോ ഉണ്ടായ മാറ്റങ്ങൾ എന്താണ്, നമ്മൾ നഫ്സായി തീർന്നു, പിന്നീട് അങ്ങോട്ടുള്ള മാറ്റങ്ങൾ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പരിശോധിച്ചു. അതിന്റെ ആകത്തുകയായിട്ട് നമുക്ക് മനസ്സിലാക്കാം, റൂഹ് അള്ളാഹുവിൽ നിന്നുള്ളതാണ്, മേലെ നിന്ന് ഇറങ്ങി വന്നതാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ നമ്മുടെ മരണത്തോട് കൂടിയിട്ട് ആ റൂഹ് അങ്ങോട്ട് കയറിപ്പോവുകയും ചെയ്യും. വന്നിടത്തേക്ക് തന്നെ ആ റൂഹ് കയറിപ്പോകും. എന്നാൽ ജസദ് എന്നത് അതിന്റെ തുടക്കം മണ്ണിൽ നിന്നാണ്, തുറാബിൽ നിന്നാണ്, മണ്ണാണത്. ആ ജസദിന് വിശപ്പും ദാഹവും ക്ഷീണവും ഒക്കെ കാണും. ഒരുപാട് ആവശ്യങ്ങൾ നമ്മുടെ ശരീരത്തിനുണ്ട്, ഇല്ലേ? ഭക്ഷണം വേണം, വെള്ളം വേണം, വിശ്രമം വേണം, ഉറക്ക് വേണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ജസദിന് ആവശ്യമാണ്. ജസദിന് ജീവിക്കാൻ ചുരുക്കി പറഞ്ഞ, എവിടെ നിന്നാണ് ജസദ് വന്നത്, ശരീരം വന്നത്? മണ്ണിൽ നിന്നാണ്. അതുകൊണ്ട് മണ്ണിലുള്ളത് പലതും ജീവിക്കാൻ വേണ്ടി ആവശ്യമാണ്. അവസാനം ആശ്വാസം കണ്ടെത്തുന്നത്, ജസദ് ആശ്വാസം കണ്ടെത്തുന്നത് ആ മണ്ണിൽ തന്നെയാണ്. അവസാനം ഏറ്റവും ഒടുവിൽ ആ ജസദ് മണ്ണിലേക്ക് തന്നെ മടങ്ങുകയും ചെയ്യണം. അതാണ് ജസദിന്റെ പ്രത്യേകതയായി നമ്മൾ പഠിച്ചത്. എന്നാൽ നമ്മുടെ റൂഹിന് ആഗ്രഹങ്ങളില്ലേ, അഭിലാഷങ്ങളില്ലേ? ഭക്ഷണവും വെള്ളവും വിശ്രമവും എല്ലാം ആവശ്യമില്ലേ? തീർച്ചയായിട്ടും
നമ്മുടെ റൂഹിനും അത് ആവശ്യമുണ്ട്. അതിന്റെ അടയാളങ്ങൾ നമ്മൾ അറിയാറുണ്ട്. ചിലപ്പോൾ വേദന, പ്രയാസം, മാനസികമായ സംഘർഷം, മനസ്സിന്റെ ഉള്ളിൽ നിന്ന് വല്ലാത്തൊരു പിരിമുറുക്കം, ഇങ്ങനെയൊക്കെ നമുക്ക് തോന്നാറുണ്ട്. ആ തോന്നുന്ന സമയത്ത് മാനസിക സംഘർഷങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് അവതീർണമായ അതിന് ആശ്വാസം നൽകാൻ നമുക്ക് എന്താണുള്ളതെന്ന് അറിയോ? റൂഹ് എവിടുന്നാ വന്നത്? റൂഹ് വന്നത് മുകളിൽ നിന്നാ. മുകളിൽ നിന്ന് തന്നെ ആ റൂഹിനുള്ള ആശ്വാസം കിട്ടണം, അതിനുള്ള ഭക്ഷണം കിട്ടണം, അതിനുള്ള ജീവിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ മുകളിൽ നിന്ന് തന്നെ കിട്ടണം. അതാണ് പരിശുദ്ധ ഖുർആൻ. അപ്പൊ നമ്മൾ പരിശുദ്ധ ഖുർആൻ പഠിക്കുമ്പോ നമ്മൾ തിരിച്ചറിഞ്ഞ കാര്യം, റൂഹ് വന്നത് മുകളിൽ നിന്നാണ്, മേലെ നിന്നാ. തൻസീൽ തൻസീൽ എന്നില്ല, അവതരിച്ചു എന്ന് പറഞ്ഞില്ലേ? അങ്ങനെ അവതരിച്ച ആ പരിശുദ്ധ ഖുർആനാണ് റൂഹിന് ജീവിക്കാൻ ആവശ്യമായ സമാശ്വാസം. ആ ഒരു പരിശുദ്ധ ഖുർആന. അതോടൊപ്പം ദിക്റും ഈമാനും ഒക്കെ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുകയും ആ ദിക്റും ഈമാനും ഒക്കെ മനസ്സിൽ ഉണ്ടാക്കി തീർക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ റൂഹ് ജീവിക്കാൻ ആവശ്യമായ കാര്യം. അതിലാണ് റൂഹിന്റെ ആവശ്യം. എന്നാൽ ഒന്നും കൂടെ നമ്മൾ ജസദിനെ പരിശോധിക്കുമ്പോ ഇവിടെ ജസദിന്റെ ലോകത്ത് അവസാനം എന്താ സംഭവിക്കുക എന്ന് ചോദിച്ചാൽ, മണ്ണിൽ നിന്ന് വന്നു, മണ്ണിലെ കാര്യങ്ങൾ അതിനാവശ്യമാണ്, അവസാനം മണ്ണിലേക്ക് തന്നെ മടങ്ങും. പക്ഷെ ഇവിടെ ജസദുള്ള ഈ ലോകം ഉണ്ടല്ലോ, ഈ ലോകത്തെല്ലാം നമ്മളെ കൈവടിയും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എല്ലാം നമ്മളെ വിട്ടെറിഞ്ഞു പോകും. നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്നു, നമുക്ക് വേണ്ടപ്പെട്ടവരാണെന്ന് നമ്മൾ കരുതുന്നു, നമുക്ക് അവരില്ലാതെ കഴിയാൻ സാധിക്കുകയില്ല എന്ന് നമ്മൾ വിചാരിക്കുന്നു. പക്ഷെ അതൊക്കെ തന്നെ ഒരു വേള നമ്മളെ വിട്ടുപിരിഞ്ഞു പോകും. അവസാനം നമുക്ക് ആശ്വാസം ആരാ ഉണ്ടാകുക? അള്ളാഹു മാത്ര. അള്ളാഹുവിന്റെ തീരുമാനങ്ങളാണ്, അള്ളാഹുവിന്റെ നിയമങ്ങളാണ്, നിർദ്ദേശങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പുലർത്തേണ്ടത്. അതിനനുസരിച്ചാണ് ഞാൻ എൻ്റെ ജീവിതം യഥാർത്ഥത്തിൽ അങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത് എന്ന ഓരോരുത്തർ കരുതേണ്ടത്. പരലോകത്ത് വന്നാലുള്ള ഒരു വല്ലാത്തൊരു വേദന പറച്ചിലില്ലേ? എന്താണത്? ഖദ്ദംതു ലി ഹയാത്തി യാ ലൈതനി ഖദ്ദംതു ലി ഹയാത്തി. എൻ്റെ നാശമേ, ഞാൻ എൻ്റെ ജീവിതത്തിന് വേണ്ടി കരുതി വച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ, ഞാൻ എൻ്റെ ജീവിതത്തിന് വേണ്ടി കരുതി വച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എന്നാണ് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ വാക്ക്? അപ്പൊ ജീവിതം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എന്താ? വരാനിരിക്കുന്ന ആ ലോകത്തെ ജീവിതമാണ്. ആ ജീവിതത്തിന്റെ മുമ്പ് ഇവിടെ നമ്മൾ കുറച്ചു കാലം ഒരു നശ്വരമായ ജീവിതത്തിൽ കഴിഞ്ഞുകൂടുന്നത്, അങ്ങനെ തീർത്തു പോകുന്നത്, ഒരുപാട് കാര്യങ്ങൾ അതിനിടക്ക് നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് യഥാർത്ഥ ജീവിതത്തിലേക്ക് എന്താണോ വേണ്ടത് അത് നമ്മൾ കരുതി വെക്കുക. ഇതാണ് കഴിഞ്ഞ ക്ലാസ്സിന്റെ ഒരു സംഗ്രഹം എന്നുള്ളതിലേക്ക് കേൾപ്പിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഞാൻ അതിന്റെ ആയത്തുകളായിട്ട് കഴിഞ്ഞ 3 ആയത്തുകളുടെ ചെറിയൊരു വോയിസ് നോട്ട് കഴിഞ്ഞ ദിവസം ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. അതേപോലെ കഴിഞ്ഞ ക്ലാസ്സുകളുടെ നോട്ട്സ് ഇൻഷാ അല്ലാഹ് അല്ലെങ്കിൽ ഒരു വോയിസ് നോട്ടായിട്ട് ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള ഭാഗങ്ങൾ സാവധാനത്തിൽ ഇടാൻ വേണ്ടി ശ്രമിക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾ എല്ലാവരും ക്ലാസ്സിലുണ്ടല്ലോ, ശ്രദ്ധിക്കുന്നുണ്ടാവും വിചാരിക്കുന്നു. നമ്മള് ബാക്കി ഭാഗത്തേക്ക് പോവുകയാണ്. 18ാമത്തെ ആയത്തിലേക്ക് പോവുകയാണ്. ഒന്ന് ഓതാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അഫമൻ കാന മുഅ്മിനൻ കമൻ കാന ഫാസിഖാ ലാ യസ്തവൂൻ. ഒന്നുകൂടെ. അഫമൻ കാന മുഅ്മിനൻ കമൻ കാന ഫാസിഖാ ലാ യസ്തവൂൻ. സമമാകൂല, തുല്യരാകൂല. ആര്? അപ്പോൾ വിശ്വാസിയായി കഴിഞ്ഞവൻ ധിക്കാരിയായി കഴിഞ്ഞവനെ പോലെയാണോ? അവർ തുല്യരാകൂല. അതാണ് ഈ ആയത്തിന്റെ അർത്ഥം. അതില് ഞാന് പ്രത്യേകം കളറ് കോഡ് കളർ മാറ്റി കാണിച്ചിരിക്കുന്നത് ശ്രദ്ധിക്കുക. മങ്കാന, പിന്നെ മുഅ്മിനങ്ക,
ഇഖ്ഫായി ചെയ്തിട്ട് ഓതുന്നു കേട്ടോ. രണ്ടും ഒരേപോലെ ഒരേ നിയമം തന്നെ. മങ്കാന എന്നുള്ളതും മുഅ്മിനങ്ക എന്നുള്ളതും ഒരേ രൂപത്തിൽ. പിന്നെ വീണ്ടും ഒന്ന് മങ്കാന, അതെ മങ്കാന ഫാസിഖ. ഫാസിഖല്ല യസ്തവൂൻ, മണിക്കാതെ കൂട്ടിച്ചേർത്തി ഓതണം. ഫാസിഖല്ല യസ്തവൂൻ, ഫാസിഖല്ല യസ്തവൂൻ ഓതണം. അക്ക എന്നുള്ളതിന്റെ അർത്ഥം പോലെ എന്നാണ് കേട്ടോ. പോലെ, ക എന്നൊരു വാക്ക് കണ്ടില്ലേ, അതിനർത്ഥം പോലെ എന്നാണ്. കമൻ ഒരാളെ പോലെ, അഫമൻ കാന മുഅ്മിനൻ ഒരാൾ മുഅ്മിനായി, മുഅ്മിനായവനാണോ, കമൻ കാന ഫാസിക്ക ഫാസിക്കിനെ പോലെയാണോ, ധിക്കാരിയായവനെ പോലെയാണോ, ലാ യസ്തവൂൻ അവർ തുല്യരാവുകയില്ല. ഇതാണ് വാക്കിന്റെ ഈ ആയത്തിന്റെ അർത്ഥം, ശരിയായ അർത്ഥം. അപ്പൊ ഒന്ന് നമ്മൾ പറഞ്ഞു നോക്കുക. ആ ഫ മൻ, 3 വാക്കുണ്ട് അതില്. ആ ഫ മൻ, അതിന്റെ അർത്ഥം എന്താ? അപ്പോൾ ഒരാൾ ആണോ, കാന മുഅ്മിനൻ വിശ്വാസിയായി കഴിഞ്ഞു, വിശ്വാസിയായി കഴിഞ്ഞു. കമൻ കാന ഫാസിഖൻ ധിക്കാരിയായി കഴിഞ്ഞവനെ പോലെ ആണോ. ലാ യസ്തവൂൻ അവർ തുല്യരാവുകയില്ല. ലാ യസ്തവൂൻ അവർ തുല്യരാവുകയില്ല. ഇത്രയാണ് വാക്കിന്റെ അർത്ഥം. ഒന്നുകൂടെ. ആഫ മൻ അപ്പോൾ ആണോ, ആ ഫ മൻ എന്നുള്ളത് 3 വാക്കുണ്ട്. ആ ചോദ്യം ആണോ, ഫ അപ്പോൾ, മൻ എന്ന് പറഞ്ഞ ഒരാൾ, ഏതെങ്കിലും ഒരാൾ, ആര് എന്നർത്ഥം. കാന മുഅ്മിനൻ വിശ്വാസിയായി കഴിഞ്ഞു, കാന ആയി കഴിഞ്ഞു. ക മൻ കാന ഫാസിക്കൻ ധിക്കാരിയായി കഴിഞ്ഞവനെ പോലെ, ലാ യസ്തവൂൻ അവർ തുല്യരാകുകയില്ല. ഇതാണ് വാക്കിന്റെ അർത്ഥം. ഏകദേശം കേട്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും, കൂടുതൽ വിശദീകരണത്തിന്റെ ആവശ്യമില്ലാതെ തന്നെ മനസ്സിലാകും. ഈ ആയത്ത് ഇറങ്ങാൻ ഒരു സന്ദർഭമുണ്ട്. എന്താ സന്ദർഭം എന്നറിയോ? ഒരാള് വലീദ് ബിൻ ഉഖ്ബത്ത് ബിൻ അബി മുഈത്ത് എന്ന് പറഞ്ഞ ഒരാള് അലി റളിയല്ലാഹുവിനോട് ഒരിക്കൽ പറഞ്ഞു, ഇസ്ലാമിന്റെ വിരോധിയായിരിക്കെ അയാള് പറഞ്ഞു, എന്താ പറഞ്ഞെന്നറിയോ? അന അബ്സത്തു മിൻക ലിസാനൻ, എന്നോട് വെറുതെ തർക്കിക്കാൻ നിൽക്കണ്ട, ഞാൻ നിന്നെക്കാളിലൊക്കെ ഭയങ്കര വാക്ചാരുതിയുള്ള, ഭയങ്കരമായി സംസാരിക്കാൻ പറ്റുന്ന ആളാണ്. വഹദ്ദു മിൻക സിനാനൻ, എന്റെ വാളിന്റെ മൂർച്ച എന്ന് പറഞ്ഞാല് ഭയങ്കര, നിന്റെ മാതിരി ഒന്നും അല്ല, നല്ല മൂർച്ചയുള്ള വാളുണ്ട് എനിക്ക്, വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും. വഅംലഉ ഫിൽ കതീബ, അതേപോലെ സൈന്യം, വലിയ വലിയ ബറ്റാലിയനുള്ള സൈന്യമുള്ള ആളാണ് ഞാൻ എന്ന് അയാൾ പറഞ്ഞു. അയാൾ അങ്ങനെ പറഞ്ഞു, നല്ല വാൾത്തലപ്പ് മൂർച്ചയേറിയവനാണ്, അതേപോലെ നാവ് അനായാസം ചലിപ്പിക്കാൻ സാധിക്കും, നല്ല വാക്ചാരുതിയുള്ളവനാണ്, ശക്തമായ സൈന്യത്തിന്റെ ഉടമയാണ് ഞാനും എന്നെ പോലെയുള്ള ആൾക്കാരും ഒക്കെ. അതുകൊണ്ട് ഈ വെറുതെ വർത്താനം പറഞ്ഞ് എൻ്റെ അടുത്ത് വരണ്ട എന്ന് പറഞ്ഞപ്പോ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു അയാളോട് മറുപടി, ഒറ്റ വാക്ക് മറുപടി, ഉസ്കുത്ത്, മിണ്ടാതിരിക്കടോ, ഫൈനൊക്കെ ഫാസിഖ്, നീ ഫാസിഖാണ് എന്ന് പറഞ്ഞു. ഓ ഫാസിഖ് എന്താണ് എന്നുള്ളത് നമ്മൾ വിശദീകരിക്കട്ടോ. അപ്പൊ എന്താ, നീ പറഞ്ഞത് ഒക്കെ ശരി, എന്നാ നിന്റെ സ്വഭാവം എന്താ? നിന്റെ ഈ സ്വഭാവം കൊണ്ട്, നിന്റെ വാക്ചാരുതി കൊണ്ട്, നിന്റെ ഈ ആയുധ ബലം കൊണ്ട്, നിന്റെ ഈ സൈന്യത്തിന്റെ ശക്തി കൊണ്ടൊന്നും ചെയ്യേണ്ട കാര്യങ്ങൾ, ഉപകാരപ്പെടേണ്ട കാര്യങ്ങൾ ഉപകാരപ്പെടുത്താൻ നിനക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ നീ പരാജിതനാണ് എന്ന് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു. ആ സമയത്താണ് ഈ ആയത്ത് ഇറങ്ങുന്നത്. രണ്ടുപേരും തുല്യല്ല, ഒന്ന് മുഅ്മിനാണ്, രണ്ടാമത്തത് ഫാസിക്കാണ് എന്നുള്ള രൂപത്തിൽ ആയത്ത് ഇറങ്ങിയിരിക്കുന്നത്. ഇനി നമ്മൾ നോക്കുന്നത്, ഇപ്പോ ഇവിടെ മുഅ്മിൻ ആരാണ് എന്നുള്ളത് നമ്മൾ കുറെ പഠിച്ചതാ, പക്ഷെ ചില വിശദീകരണങ്ങൾ തരാം. ആരാണ് ഫാസിഖ്, അധർമ്മകാരി എന്ന് പറയുന്ന ആരാന്നറിയോ? അൽ ഫാസിഖ് മന്നത്ത കബീറത്തൻ, വൻ പാപങ്ങൾ ചെയ്യുന്നവന് ഫാസിഖ് എന്ന് പറയാ. വഹിയ, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാ ഫീഹി ഹദ്ദുൻ ഫിദ്ദുനിയ, ദുനിയാവിൽ വെച്ച് തന്നെ ശിക്ഷയ്ക്ക് വിധേയനാകാനുള്ള വകുപ്പുണ്ട്. ഔ വഈദുൻ ഫിൽ ആഖിറ, അല്ലെങ്കിൽ പരലോകത്ത് ചെന്നാല് അയാൾക്ക് ശിക്ഷ വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഔ
ദാവമ അല സഗീറത്തിന്, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ചെറിയ ചെറിയ കുറ്റങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നവനാണ്. അങ്ങനെ ഉള്ള ആളുകളാണ് യഥാർത്ഥത്തിൽ ഈ ഒരു ഫാസിഖിന്റെ ഗണത്തിൽ പെടുന്നത് എന്നാണ്. അപ്പൊ ഫാസിഖിന്റെ നിർവചനം മനസ്സിലായല്ലോ. ആവർത്തിക്കേണ്ടതില്ല എന്ന് തോന്നുന്നു. നിങ്ങൾ ശ്രദ്ധിക്കണേ, ഞാൻ അധിക ആവർത്തനങ്ങളില്ലാതെ പെട്ടെന്ന് കടന്നു പോകാം. ഒന്നും പറയതായിരുന്നാലും, മനത്ത കബീറത്തൻ, വലിയ വലിയ കുറ്റം ചെയ്യുന്ന ആൾക്കാർ, വലിയ വൻപാപങ്ങൾ ചെയ്യുന്നവര് ഇവിടെ വെച്ച് തന്നെ ശിക്ഷ കൊടുക്കപ്പെടാം, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പരലോകത്തേക്ക് ശിക്ഷ നീട്ടിവെക്കപ്പെട്ടിട്ടുണ്ട് തൗബ ചെയ്യാത്തതിന്റെ പേരിൽ. അല്ലെങ്കിൽ ചെറിയ ചെറിയ കുറ്റങ്ങൾ നിരന്തരമായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അവരെ ഫാസിഖ് എന്ന് വിളിക്കാം. വേറൊരു ആയത്തിൽ ഫാസിഖിനെ വിളിച്ചത് ആരാന്നറിയോ? ഒമായുദല്ലു ബിഹി ഇല്ലൽ ഫാസിഖീൻ. ഖുർആൻ ഓതിയിട്ടും നന്നാകാത്ത ആൾക്കാരെ എന്ന് പറയുന്നത് ഫാസിഖീങ്ങളാ. അതാരാ? ഖുർആൻ പഠിച്ചിട്ടും നന്നാകാത്ത ഫാസിഖീങ്ങളായ ആൾക്കാർ ആരാന്നറിയോ? الذين ينقضون عهد الله من بعد ميثاقه ويقطعون ما أمر الله به أن يوصل ويفسدون في الأرض أولئك هم الخاسرون. الذين ينقضون عهد الله من بعد ميثاقه. പടച്ചവരോട് കുറെ കരാറുകൾ ചെയ്തു, ആ കരാറുകളൊക്കെ ദൃഢമായി ഉറപ്പിച്ചതിന് ശേഷം വീണ്ടും അതിനെ തെറ്റിച്ചു കളയുന്ന, പൊളിച്ചു കളയുന്ന ആള് ഫാസിഖ്. 2, പടച്ചവൻ ചേർക്കണമെന്ന് പറഞ്ഞ കുറെ കാര്യങ്ങളെ ചേർക്കാത്ത, ബന്ധങ്ങൾ ചേർക്കാത്ത, മാതാപിതാക്കളും മക്കളും അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ബന്ധങ്ങളുണ്ടല്ലോ, അതിനൊരു വിലയും കാണാത്ത ആളുകൾ. വയുഫ്സിദൂന ഫിൽ അർള്, മൂന്നാമത്തത് ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുകയും ചെയ്യുന്ന ആളുകൾ. ഈ 3 കൂട്ടരെയും അള്ളാഹു ഫാസിഖ് എന്ന് വിളിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊരു മുന്നറിയിപ്പും കൂടെ നൽകി. എന്താണെന്നറിയോ? ഫാസിക്കായ മനുഷ്യൻ, ഫാസിക്കിന് കുറെ സ്വഭാവങ്ങൾ ഇനിയുണ്ട് കേട്ടോ, ആരായിരുന്നാലും ഇവരൊക്കെയാണ് ഫാസിഖ് എന്ന് പറയുന്നത്. ഖുറാനില് ഫാസിക്കിനെ വിളിച്ചപ്പോ കാഫിറായ മനുഷ്യനെ ഫാസിഖ് എന്ന് വിളിച്ചിട്ടുണ്ട്, മുനാഫിക്കായ മനുഷ്യനെ കാഫിർ എന്ന് വിളിച്ചിട്ടുണ്ട്. ഇല്ലാ ഇബ്ലീസ കാന മിനൽ ജിന്നി ഫഫസഖ അൻ അംരി റബ്ബിഹി എന്നറിയില്ലേ? ഇബ്ലീസ് ഫാസിക്ക എന്ന് പറഞ്ഞു, കാരണം അവൻ എന്താ ചെയ്തത്? ഫസഖ അൻ അംരി റബ്ബിഹി, റബ്ബിന്റെ കൽപ്പന വിട്ടുപോയി. ഫസഖന്റെ അർത്ഥം പറയാ. വേറൊരു ആയത്തിൽ പറഞ്ഞു മിൻഹുമുൽ മുഅ്മിനൂന വഅക്സറുഹുൽ ഫാസിഖൂൻ എന്ന് പറഞ്ഞു. അവരിൽ മുഅ്മിനുകളുണ്ട്, പൂർവ്വവേദക്കാരെ സംബന്ധിച്ചൊക്കെ പറഞ്ഞപ്പോ വിശ്വാസികളുണ്ട്. വഅക്സറുഹുൽ ഫാസിഖൂൻ, എന്നാ കുറെ ആൾക്കാർ ഫാസിഖീങ്ങളാന്ന് പറഞ്ഞു. അപ്പൊ ഫാസിഖ് തന്നെ എന്താ? മുഅ്മിൻ എന്നുള്ളതിന്റെ എതിർപ്പതായിട്ടാണ് ഇവിടെ ഫാസിഖ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഫാസിഖ് എന്താന്നുള്ളതിന്റെ കുറെ നിർവചനങ്ങളാ. ഇവിടെ ഫാസിഖായ ഒരു മനുഷ്യന് ഇത്തരത്തിലൊക്കെ സ്വഭാവങ്ങളുള്ള ആൾക്കാർ നിങ്ങളുടെ അടുക്കൽ വന്ന് വല്ല വർത്തമാനവും പറഞ്ഞാല്, യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ ജാഅകും ഫാസിഖുൻ ബിനബഇൻ, ഫാസിക്കായ ഒരു മനുഷ്യൻ നിങ്ങളുടെ അടുക്കൽ വന്നാൽ, വല്ല വാർത്തയായിട്ട് വന്നാൽ, ഫതബയ്യനൂ എന്നാണ്, നിങ്ങൾ ശരിക്കും അന്വേഷിച്ചറിയണം, എന്നിട്ട് സ്വീകരിക്കാവൂ. അൻ തുസീബു ഖൗമൻ ബിജഹാലത്തിൻ ഫതുസ്ബിഹു അലാ മാ ഫഅൽതും നാദിമീൻ. അയാൾ പറയുന്നത് കേട്ടിട്ട് പിന്നെ ഏതെങ്കിലും തരത്തില് തെറ്റായ കാര്യങ്ങളിലേക്ക്, പിന്നീട് ദുഃഖിക്കേണ്ട വിഷയങ്ങളിലേക്കൊക്കെ പോകേണ്ട അവസ്ഥ വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം, ഫാസിക്കിനെ ഭയപ്പെടണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഫാസിഖും മുഅ്മിനും തുല്യരല്ല. അപ്പൊ തുല്യരല്ലാത്ത വേറെയും കുറെ ആൾക്കാരെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഖുർആൻ. ഒരുപാട് ആൾക്കാരെ الذين أم نجعل الذين آمنوا وعملوا الصالحات كالمفسدين في الأرض أم نجعل المتقين كالفجار آمنوا وعملوا الصالحات, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവർ കൽ മുഫ്സിദീന ഫിൽ അർള്, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നവരെ പോലെയാണോ? അത് രണ്ടും രണ്ടല്ലേ? നിങ്ങൾ വിശ്വാസികളാണ്, അമലു സാലിഹാത്തുകൾ ചെയ്യുന്നവരാ. വേറെ കുറെ ആൾക്കാർ ഭൂമിയിൽ ഒരുപാട് പ്രശ്നങ്ങളും കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കി നടക്കുന്ന ആളുകളെ കാണില്ലേ? നമ്മൾ പറഞ്ഞു, എന്താപ്പോ അയാൾ എത്ര സുഖമായിട്ട് ജീവിക്കുന്നത്, ഒരു പ്രശ്നവും ഇല്ല, നമ്മളും അവരും തമ്മിൽ എന്താ വ്യത്യാസം എന്നൊക്കെ ചോദിച്ചു പോകും. നിങ്ങൾ മനസ്സിലാക്കുക, ഒരിക്കലും തുല്യരല്ല. പിന്നെ അം നജ്അലുൽ മുത്തഖീന കൽ ഫുജ്ജാർ, തഖ്വ പാലിച്ചുകൊണ്ട്, സൂക്ഷ്മത പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളും ഫുജൂർ, വേണ്ടാത്തരങ്ങൾ, തമ്മാടിത്തങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ആൾക്കാരും ഒക്കെ തുല്യരാണ്. രണ്ടുപേരെയും
ഒരേപോലെ തന്നെ നമ്മൾ കാണുന്നാണോ നിങ്ങൾ വിചാരിക്കുന്നതെന്ന് പടച്ചോൻ നമ്മളോട് ചോദിക്കുന്നുണ്ട്. വല്ല ആശ്വാസത്തിന്റെ ഒരു വാക്കാ. വേറൊരു സ്ഥലത്ത് അം ഹസിബല്ലദീന ജ്തറഹു സയ്യാത്ത് അം നജ്അലുഹും കല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്. കുറ്റങ്ങൾ കൽപ്പിച്ചു കൂട്ടി ചെയ്യുന്ന ആളുകളും ആ ഈമാനും അമലു സാലിഹാത്തുമായിട്ട് കഴിയുന്ന ആൾക്കാരും തുല്യരാണോ? ഇല്ല. നിങ്ങൾ അങ്ങനെ വിചാരിക്കണ്ട. സവാഅം മഹയ്യാഉം വമമാതുഹും. അവരുടെ മരണവും ജീവിതവും ഒക്കെ ഒരേപോലെയാണ്. അവർ ജീവിക്കുന്നു മരിക്കുന്നു ഒരേപോലെയാ. നിങ്ങൾ ജീവിച്ചു മരിച്ചുപോയി, അവർ ജീവിച്ചു അവരും മരിച്ചു. നിങ്ങൾ ചോദിക്കുക, നമ്മളും ജീവിച്ചു അവരും ജീവിച്ചു, അവരും മരിച്ചു നമ്മളും മരിച്ചു. അവര് ജീവിച്ചപ്പോ സുഖമായിട്ട് ജീവിച്ചു, ഒന്നിനും ഒരു കുറവ് എവിടെയും വരുത്തിയിട്ടില്ല. നമ്മളാണെങ്കിൽ കുറെ ഉറക്കൊഴിച്ച്, കുറെ വിഷമങ്ങൾ സഹിച്ച്, കുറെ ക്ഷമിച്ച്, കുറെ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടാണല്ലോ നമ്മൾ കഴിഞ്ഞ്. പിന്നെ അവരും തമ്മിൽ എന്താ വ്യത്യാസം എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള മറുപടി എന്നോണാണ് ഖുർആൻ ഇവിടെ പറഞ്ഞത്, അല്ലട്ടോ തുല്യരല്ലാന്ന്. ഇനി അതുകൊണ്ട് അവസാനിച്ചില്ല, കുറെ ഉണ്ട് ട്ടോ അതില്. ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ കൂടെ. അറിവുള്ളവരും അറിവില്ലാത്തവരും തുല്യരാണോ? ഹബീസും തൊയ്യിബും തുല്യമല്ല, ചീത്തയും നല്ലതും തുല്യരല്ല. കുറെ ആൾക്കാർ ചീത്ത ചെയ്യുന്നു, കുറെ ആളുകൾ ചളിയിൽ വീണ് കിടക്കുന്നു, കുറച്ചാളുകൾ മാത്രമേ നല്ലവരുള്ളൂ, കുറച്ചാളുകൾ മാത്രമേ കഷ്ടപ്പെട്ട് മലന്റെ മുകളിൽ കയറി എത്തിയിട്ടുള്ളൂ. അങ്ങനെ ആൾക്കാർ രണ്ടുപേരും തുല്യരാണോ? തുല്യരേ അല്ല. വലോ ആഴ്ചബക്ക കസറത്തുൽ ഹബീസ്. ഹബീസ് കുറേ ഉണ്ടെന്ന് വിചാരിക്കുക, ധാരാളം കാണുന്നത് ഹബീസ, വേണ്ടാത്തരങ്ങളാണ്, വൃത്തികേടുകളാണ്, അങ്ങനത്തെ ആൾക്കാരാണ്, ചെയ്യുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതലായിട്ട് നിങ്ങൾ കാണുന്നതെങ്കിൽ പോലും ഒരിക്കലും രണ്ടും തുല്യരാവൂല എന്ന് ഖുർആൻ വിശദീകരിക്കുന്നു. ലാ യസ്തവി അസ്ഹാബുൻ നാരി വഅസ്ഹാബുൽ ജന്ന. വേറൊരു ഭാഗത്ത് നരകത്തിലേക്ക് പോകുന്ന ആൾക്കാരും സ്വർഗത്തിലേക്ക് പോകുന്ന ആളുകളും തുല്യരല്ലട്ടോ എന്നൊക്കെ നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചത് നമ്മൾക്ക് ആശ്വാസം നൽകിയാണ്. നിങ്ങൾ കാണുന്ന ജനങ്ങളൊക്കെ ഒരു നിലക്ക് അവരായിരിക്കാൻ ചിലപ്പോൾ മെച്ചപ്പെട്ടവരെന്ന് അവരുടെ പെരുമാറ്റം കൊണ്ട്, ജീവിത ശൈലികൾ കൊണ്ട്, ജീവിതത്തിലുള്ള അനുഗ്രഹങ്ങൾ കൊണ്ടൊക്കെ നിങ്ങൾക്ക് തോന്നിപ്പോകുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഒരിക്കലും അങ്ങനെ കണക്ക് കൂട്ടണ്ട. നിങ്ങൾ എന്താ ചെയ്യണ്ടേ? ഈമാനോട് നല്ല ഇഷ്ടം തോന്നുക, ഫുസൂക്കിനോട് വെറുപ്പ് തോന്നുക, എങ്കിൽ നിങ്ങൾ വിജയിച്ചു. അത് നിങ്ങൾക്ക് അള്ളാഹു ചെയ്തു തന്നിട്ടുണ്ട്. അള്ളാഹു നിങ്ങൾക്ക് സ്നേഹമാക്കി അല്ല ഈമാന. ഈമാനോട് നിങ്ങൾക്ക് എന്തോ ഒരു പൂതിയല്ലേ, എന്തോ ഒരു മധുരമായ ഒരു വല്ലാത്തൊരു രുചിയല്ല നിങ്ങൾക്ക് ഈമാനോട്. വസയ്യനഹു ഫി ഖുലൂബിക്കും. നിങ്ങളുടെ ഹൃദയത്തിന്റെ അലങ്കാരം എന്ന് പറയുന്നത്, അലങ്കാരം പുറമേ നമ്മുടെ ശരീരത്തിന് അലങ്കാരം ഉണ്ടാകാൻ, സൗന്ദര്യം ഉണ്ടാകാന് എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷെ നമ്മുടെ ഹൃദയത്തിൻ്റെതായ ഒരു സൗന്ദര്യം ഉണ്ട്. ആരും കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാം ആ സൗന്ദര്യം. ഈമാനുള്ള ആളുകൾക്ക് തിരിച്ചറിയും, അള്ളാഹു കാണുന്നുണ്ട്. അപ്പൊ അവരുടെ ഹൃദയത്തിന്റെ സൗന്ദര്യമായിട്ട് അള്ളാഹു നിശ്ചയിച്ചിരിക്കുകയാണ് ഈ ഈമാനെ എന്ന്. നമ്മൾ പറയുന്ന ഈ ഫുസൂഖ് ഉണ്ടല്ലോ, ഫാസിഖ് എന്ന് പറഞ്ഞ ആ ഫുസൂഖിനോടും കുഫറിനോടും അൽസിയാൻ ധിക്കാരത്തോടുമൊക്കെ വല്ലാത്ത വെറുപ്പാ. ഇത് ഒരു ഫുസൂഖാണത്, വേണ്ടാത്തരങ്ങളാണ്, അത് ധിക്കാരമാണ്, കാര്യങ്ങളിൽ നിന്നും പടച്ചവനെ അനുസരിക്കുന്നതിൽ നിന്ന് ഒരു തിരിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയാണ് എന്നൊക്കെ മനസ്സിന്റെ ഉള്ളിൽ തോന്നുന്ന ഒരു രൂപം നിങ്ങളുടെ മനസ്സിന് ഉണ്ടാക്കി വെച്ചിരിക്കുന്നു അള്ളാഹു. അങ്ങനെ ഈമാനെ ഇഷ്ടപ്പെടുകയും ഫുസൂക്കിനെ വെറുക്കുകയും ചെയ്താൽ നിങ്ങൾ ശരിയായ വിശ്വാസിയാകും എന്നാണ് ഇവിടെ നമ്മൾ പറഞ്ഞു വെച്ചത്. ഇനി ഇതേ കാര്യം തന്നെ വീണ്ടും വിശദീകരിക്കുന്നു അടുത്ത രണ്ട് ആയത്ത്. ഈ ആയത്തിന്റെ വിശദീകരണം ആയതുകൊണ്ട് ഞാൻ അതവിടെ അവസാനിപ്പിക്കുകയാണ്. എന്താ നമ്മൾ ഓതിയത്? നമ്മുടെ രണ്ട് ഈമാനുള്ളവരും ഫുസൂഖുള്ളവരും തുല്യരല്ല എന്നാണ് ആയത്തിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത്. ആയത്ത് ഒന്നുകൂടെ നമുക്ക് ഓതി നോക്കാം. അഫമൻ കാന മുഅ്മിനൻ കമൻ കാന ഫാസിഖോ ലാ യസ്തവൂൻ. സിമ്പിൾ അല്ലേ? മുഅ്മിനായവനും ഫാസിഖായവനും ഒരേപോലെയാണോ? ഇല്ല. ലാ യസ്തവൂൻ, അവർ തുല്യരാവുകയില്ല. അതാണ് 18-ാമത്തെ ആയത്ത്.
19ാമത്തെ ആയത്തിലേക്ക് പോകുന്നു നമ്മള്. അമ്മല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്തി ഫലഹും ജന്നാത്തുൽ മഅവാ നുസുലം ബിമാ കാനൂ യഅമലൂൻ. കേൾക്കുന്നില്ല, കട്ടായി പോയി. ഓക്കെ. ഹലോ, ഞാൻ കേൾക്കുന്നുണ്ട്. ശരി, കേൾക്കുന്നുണ്ടല്ലോ. ഇടയ്ക്ക് കേൾക്കാതായിട്ട് വീണ്ടും ഉടനെ കേട്ട് തുടങ്ങിയല്ലോ. ശരി, ഓക്കെ. അപ്പൊ എന്റെ മാത്രമാണ് കട്ടായത്. അല്ല, ഞാൻ എനിക്ക് ക്ലാസ് കേൾക്കുന്നുണ്ടോന്നല്ലേ, ഒത്ത് കേൾക്കുന്നുണ്ടോന്നല്ലേ? എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നല്ലോ. ഓത്തും ക്ലാസ് ഒക്കെ കേൾക്കുന്നുണ്ട്. മുർഷിദിന്റെ അവിടെ സ്വന്തം കട്ടായതാ. എന്റെ മൊബൈലിൽ അതുകൊണ്ടാണ്. ശരി. അമ്മല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്തി ഫലഹും ജന്നാത്തുൽ മഅവാ നുസുലം ബിമാ കാനൂ യഅമലൂൻ. എന്നാൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരാരോ അവർക്കാണ് തങ്ങൾ പ്രവർത്തിച്ചിരുന്നതിന്റെ പേരിൽ ആതിഥ്യമായി കൊണ്ട് താമസിക്കുവാൻ സ്വർഗത്തോപ്പുകൾ ഉള്ളത്. കുറച്ച് വലിയ ആയത്താന്ന് തോന്നുന്നു. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർക്ക് അമ്മല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്തി ഫലഹും അവർക്കുണ്ട് ജന്നാത്തുൽ മഅവാ താമസിക്കാനുള്ള സ്വർഗമുണ്ട്. നുസുലൻ സൽക്കാരം ആതിഥ്യം വിരുന്നായിട്ട് ബിമാ കാനൂ യഅമലൂൻ പ്രവർത്തിച്ചതിന്റെ കാരണത്താൽ അതിലുള്ള മനസ്സിലാക്കാം. ഇതില് ജന്നാത്ത് മണിച്ചോദ ജന്നാത്തിലെ അമ്മ, പിന്നെ അൽ മഅവാ നോട്ട് ചെയ്യ. നുസുല എന്നുള്ളത് നുസുലം ബിമ ചുണ്ട് പൂട്ടിയിട്ട് ലൻ എന്നുള്ളത് ലം ആക്കിയിട്ട് ഓതുക. ഇഖ്തിലാബ് ചെയ്തിട്ട് ഓതുക. ഇഖ്തിലാബ് മറച്ച് മണിച്ചോതുക. നുസുലം ബിമാ കാനൂ യഅമലൂൻ. അമ്മല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്തി ഫലഹും ജന്നാത്തുൽ മഅവാ നുസുലം ബിമാ കാനൂ യഅമലൂൻ. അമ്മ എന്നാൽ വഅമിലുസ് സാലിഹാത്തി സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും അൽ മഅവാ താമസത്തിന്റെ നുസുലൻ ആതിഥ്യമായിക്കൊണ്ട് സൽക്കാരമായിക്കൊണ്ട് ബിമാ കാനൂ യഅമലൂൻ തങ്ങൾ പ്രവർത്തിച്ചിരുന്നതിന്റെ പേരിൽ. ഏതാണ് അതിന്റെ അർത്ഥം, വാക്കിന്റെ അർത്ഥം? ഇതിലുള്ള അമ്മല്ലദീന ആമനു വിശ്വാസല്ലേ, വിശ്വാസം വിശ്വസിക്കുകയും എന്നറിയില്ലേ. വിശ്വാസം ആമനു എന്ന് പറഞ്ഞാൽ അമ്ന് നൽകുന്ന ഒരു സാധനം. അമ്ന് എന്ന് പറഞ്ഞാൽ നിർഭയം. നിങ്ങൾ മോമിനുകളാണോ? നിങ്ങളാ ഏറ്റവും ഉയർന്നു നിൽക്കുന്നത്, ഉന്നതർ നിങ്ങളാ, ഏറ്റവും ഉയരത്തിലാണ് നിങ്ങളുള്ളത്. അത് നിങ്ങൾക്ക് തോന്നണം. الذين آمنوا ولم يلبسوا إيمانهم بظلم أولئك لهم الأمن وهم مهتدون. വിശ്വസിക്കുകയും ആ വിശ്വാസത്തിന്റെ കൂടെ ളുൽമ് അഥവാ ശിർക്ക് കലർത്താതിരിക്കുകയും ചെയ്തവരാരോ അവർക്കാകുന്നു അംന്. ഉലൈക ലഹുമുൽ അംന്, അവർക്കാണ് അംന്. വഹും മുഹ്തദൂൻ, അവർ ഹിദായത്തിലാവുകയും ചെയ്യും. അപ്പൊ ഹിദായത്തിലാകാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ വിശ്വാസം സ്വീകരിക്കുക. ആ വിശ്വാസത്തിൽ കലർപ്പില്ലാത്ത ശിർക്കില്ലാത്ത വിധത്തിൽ ആ വിശ്വാസത്തെ ശുദ്ധീകരിക്കുകയും ചെയ്യുക എന്നാണ്. ഇബ്രാഹിം ഇബ്നു അദ്ഹം എന്നൊരു താബിഇയായ ഒരാള് പറഞ്ഞു. എന്ന് പറഞ്ഞറിയോ? ലൗ അലിമൽ മുലൂകു വഅബ്നാഉൽ മുലൂകി മാ നഹ്നു ഫീഹി ഐ മിനസ് സആദത്തി വസ്സുറൂരി ബിത്തഅതി ലജാലദൂന അലൈഹി ബിസ്സുയൂഫ്. നമുക്കുള്ളൊരു സമാധാനവും സന്തോഷവും ആനന്ദവും സുഖവും ഒക്കെ ഉണ്ടല്ലോ, വിശ്വസിച്ചതിന്റെ പേരിൽ കിട്ടുന്ന, പടച്ചവനിൽ തവക്കുൽ ചെയ്തതിന്റെ പേരിൽ കിട്ടുന്ന എന്ത് കാര്യം വന്നാലും നമുക്ക് പറയാനൊരു ശക്തി ഉണ്ടല്ലോ, ഒരാളുണ്ടല്ലോ,
ഒരാളുടെ മുമ്പിൽ കൈ നീട്ടാനുണ്ടല്ലോ, ആരും കാണുന്നില്ലെങ്കിലും അറിയുന്നില്ലെങ്കിലും അതാണ് ഇഷ്ടവും പടച്ചോനെ. അപ്പൊ അങ്ങനെ പടച്ചവന്റെ മുന്നിൽ വന്ന് നിന്ന് കൈ നീട്ടാനുള്ള ഒരു ശക്തി, ഒരു അവലംബം ഉണ്ട് നമുക്ക്. അപ്പൊ നമ്മളുടെ മനസ്സിന്റെ ഉള്ളിൽ ഒരു സന്തോഷമുണ്ട്, വല്ലാത്തൊരു ആനന്ദമുണ്ട്, സുഖമുണ്ട്. ഈ സുഖം ശരിക്ക് ഈ വിശ്വാസികളല്ലാത്ത രാജാക്കന്മാര് ഒക്കെ വലിയ വലിയ ഭരണാധികാരികളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ, നമ്മുടെ ഇസ്ലാമിനെ ഈമാനെ ഒക്കെ എതിർക്കുകയും അവഹേളിക്കുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, ഇസ്ലാമിന്റെ വിരോധികളായ ആൾക്കാരുണ്ടല്ലോ, ആ മനുഷ്യന്മാരൊക്കെ അവര് നമ്മളോട് പറയുകയും ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന സന്തോഷവും ആനന്ദവും ഒക്കെ എത്രമാത്രം വലിയതാണ് എന്നാ അവരറിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ അവർ രാജ്യങ്ങൾ വെട്ടിപ്പിടിക്കുന്നതിന് പകരം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നതിന് പകരം അവർ നമ്മളോട് ഈ സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് യുദ്ധത്തിന് വരികയായിരുന്നു. നമ്മളോട് തർക്കിക്കാനും യുദ്ധത്തിനൊക്കെ അവര് വരികയായിരുന്നു. ഈ സമാധാനം ഞങ്ങൾക്കും വേണം എന്ന് പറഞ്ഞുകൊണ്ട് വരികയായിരുന്നു. അപ്പൊ നമുക്കുള്ള സമാധാനം എന്ന് പറയുന്നത് ഈമാൻ കൊണ്ട് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു ഗുണമാണ് എന്ന് നമ്മൾ തിരിച്ചറിയാം. പിന്നെന്താ ഈ ആയത്ത് പറഞ്ഞത്? വാമിലു സ്വാലിഹാത്തി വാമിലു സ്വാലിഹാത്തി. അമല് സ്വാലിഹാത്ത് പറഞ്ഞിട്ടുണ്ട്. അമല് എന്ന് പറഞ്ഞാൽ ജോലി, പ്രവൃത്തി. സ്വാലിഹത്ത് എന്ന് പറഞ്ഞാല് സുഹൃതം, നല്ല കാര്യങ്ങൾ, സാലിഹത്തായിട്ടുള്ള കാര്യങ്ങൾ. ഇത് 90-ലധികം സ്ഥലങ്ങളിൽ സ്വാലിഹാത്തുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് അമലുകളെ പറഞ്ഞത്. അമല് എന്നുള്ള പദം ഖുർആനിൽ ഏകദേശം 360 പ്രാവശ്യം വന്നിട്ടുണ്ട്. പക്ഷെ വന്ന 90-ലധികം സ്ഥലങ്ങളിൽ ഇതിനെ പറ്റി പറഞ്ഞപ്പോ അതിനെ കൂടെ വെറുതെ ജോലി ചെയ്തു എന്നല്ല പറഞ്ഞ്, വെറുതെ പ്രവർത്തിച്ചു എന്നല്ല പറഞ്ഞ്, വെറുതെ എന്തെങ്കിലും ചെയ്തു എന്നല്ല പറഞ്ഞ്, സ്വാലിഹത്തായ കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞ്. വേറൊരു രൂപത്തിൽ നമ്മൾ ഇതിനെ പരിശോധിച്ചാല് പിന്നെ നമുക്ക് കാണാം, ഈമാനുമായിട്ട് നമ്മൾ ആമനു വാമിലു സാലിഹാത്ത് എന്ന് പറഞ്ഞില്ലേ, ഈമാനുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് അമലു സാലിഹാത്തിനെ ഏകദേശം 80 തവണയായിട്ട് 80-ലധികം പ്രാവശ്യം പറഞ്ഞിരിക്കുന്നത്. അമലു സാലിഹാത്ത് എന്നുള്ളതിന് ഈമാനുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് പറഞ്ഞത്. അപ്പോ ഈമാൻ മാത്രം പോരാ, അമലു സാലിഹാത്ത് വേണം. അമലു സാലിഹാത്ത് മാത്രം പോരാ, ഈമാനും വേണം. അമല് മാത്രം പോരാ, അമല് സ്വാലിഹത്തായിരിക്കണം എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കുക. ഇപ്പൊ ഈ കാര്യം സൂചിപ്പിക്കാനാണ് ഇപ്പൊ ആമനു വാമിനു സാലിഹാത്തി, മൻ ആമന വാമില സ്വാലിഹൻ എന്നൊക്കെ രൂപത്തിൽ ഖുർആൻ പറഞ്ഞിരിക്കുന്നത് എന്ന് നമ്മൾ കാണാം. അപ്പൊ എന്താ ഈമാൻ? ഈമാൻ എന്ന് പറഞ്ഞാല് ഇന്നൽ ഈമാന യുറാദു ബിഹി മാഫിൽ ഖൽബ്. മനുഷ്യന്റെ ഹൃദയത്തിലാണ് ഈമാന്റെ സ്ഥാനം, അല്ലേ? അത് നമ്മൾ പഠിച്ചതാ. അമലു സാലിഹ് എന്ന് പറഞ്ഞാൽ എന്താ? സുഹൃതങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ സ്ഥാനം എവിടെയാ? അഅ്മാലുൽ ജവാരിഹ് എന്നാണ്. നമ്മുടെ അവയവങ്ങൾ കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾക്ക് പറയുന്ന ഒരു പേരാണ് അമലു സാലിഹ് എന്ന് പറഞ്ഞാല്. എന്നാൽ ഇബ്നു തൈമിയ്യ ഒരു കാര്യം പറഞ്ഞു. എന്താണെന്നറിയോ? ഈ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അൽ ഈമാനു ബിളും വസബൂന ശുഅബത്തൻ എന്ന് ഒരു ഹദീസ് ഉണ്ട്. ഈമാന് 70-ൽ ചില്ലാനും ശാഖകളുണ്ട്. അതില് വേറെ സമയത്ത് ഈ ബിളും വസിത്തൂന എന്നുണ്ട്, 60-ൽ പരം എന്നുണ്ട്. അഅ്ലാഹ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅദ്നാഹ ഇമാതത്തുൽ അദാ അനി തരീഖ് വൽ ഹയാഉ ശുഅബത്തുൻ മിനൽ ഈമാൻ എന്നാണ് ഹദീസിന്റെ ബാക്കി ഭാഗം. ആ 70-ൽ കൂടുതൽ ശാഖകളുള്ള ആ ഒരു മരത്തിലെ, ഈമാൻ എന്ന മരത്തിന്റെ ഏറ്റവും മുകളിലുള്ള ശാഖ ഏതാന്നറിയോ? അത് ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലയാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്. വഅദ്നാഹ, ഏറ്റവും താഴെ ഉള്ളത്, എല്ലാവർക്കും ഒരുപക്ഷെ എത്തിപ്പെടാൻ പറ്റാവുന്ന ഒരു കാര്യം എന്നുള്ള ഏറ്റവും താഴെയുള്ള പറയാം ഇമാത്തത്തുൽ അദാനി തരീഖ്, വഴിയിൽ നിന്ന് ഉപദ്രവങ്ങൾ നീക്കം ചെയ്യലാണ്. വഅദ്നാഹ വൽ ഹയാഉ ശുഅബത്തു മിനൽ ഈമാൻ, ലജ്ജ എന്നുള്ളത് അതിന്റെ ഒരു ശാഖയാണ്. അപ്പൊ ഒന്നുകൂടെ നോക്കുക, ഏറ്റവും മുകളിലുള്ളത് ലാ ഇലാഹ ഇല്ലല്ലയാണ്, ഏറ്റവും താഴെ വഴിയിൽ നിന്ന് ഉപദ്രവങ്ങൾ നീക്കലാണ്. പിന്നെ അതിൽപ്പെട്ട ഒരു ശാഖയാണ് എന്ത്? അതിന്റെ ഒരു കൊമ്പാണ് ഹയാ, ലജ്ജ എന്നുള്ളത്. അപ്പൊ എന്തൊക്കെ പെട്ടു?
ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു. ഈമാനിന് 70 ചില്ലാനും ശാഖകൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നമ്മുടെ വിശ്വാസം, നമ്മുടെ മനസ്സിൽ നമ്മൾ പറയുന്നു, നമ്മുടെ നാവ് കൊണ്ട് പറയുന്നു, അത് നമ്മൾ വിശ്വസിക്കുന്നു. ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. പിന്നെ പറഞ്ഞത് എന്താ? പിന്നെ പറഞ്ഞത് ഒരു അമലാണ്, ഒരു പ്രവൃത്തിയല്ലേ, ഒരു അമലു സാലിഹല്ലേ പറഞ്ഞ്. പിന്നെന്താ പറഞ്ഞ്? ഹയാ എന്നുള്ള എന്താ? ഒരു സ്വഭാവമാണ്. അപ്പൊ ഇതെല്ലാം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈമാനിനെ വിശദീകരിച്ചിരിക്കുന്നത് എന്നാ കാണുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് ഈമാനെ കുറച്ചുകൂടെ നന്നായിട്ട് ഈമാൻ അമലു സാലിഹാത്തിനെയും കൂടെ ബന്ധപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ചു. ഈമാനിൽ തന്നെ അമലു സാലിഹാത്തും ശരിക്കും ഉൾപ്പെടുന്നുണ്ട്. എന്നിട്ട് പോലും ഖുർആൻ ആമനു വാമിലു സാലിഹാത്ത് എന്ന് പറയുമ്പോ അമലു സാലിഹാത്തിന് കുറെ കൂടെ പ്രത്യേകത നൽകപ്പെടുകയാണ് ചെയ്യുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളിൽ ഏറ്റവും നല്ലവൻ നല്ല കാര്യങ്ങൾ ചെയ്ത് കുറെ കാലം ജീവിക്കുന്നവനാ. നല്ല കാര്യങ്ങൾ അമലു സാലിഹാത്തുകൾ ചെയ്തുകൊണ്ട് കുറെ കാലം ജീവിക്കുന്നയാളാണ്. അതിലൊരു മറുവശവും റസൂൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ഏറ്റവും മോശക്കാരൻ ജീവിക്കുന്ന കാലം അത്രയും മോശമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ആയുസ് ജീവിച്ചു എന്ന് പറഞ്ഞാല് അയാള് കുറ്റങ്ങളുടെ പാപങ്ങളുടെ ഭാരം കൂടുതലായിട്ട് പേറുകയാണ് എന്നാണ് അതുകൊണ്ട് മനസ്സിലാകുന്നത്. ഹസനിൽ ബസരി റഹിമഹുല്ല പറഞ്ഞു, ഓരോ സുബഹിലും ഓരോ രാവിലെയും ആ രാവിലെയിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിളംബരമുണ്ട് ലോകത്ത്. ആ വിളംബരം എന്താണെന്നറിയോ? ഓ മനുഷ്യ, ഞാനൊരു പുതിയ സൃഷ്ടിയാണ്, ഞാനൊരു പുതിയതാ. ഇന്ന് രാവിലെ ഈ പറഞ്ഞിരിക്കുന്നത് ഇന്ന് ഞാൻ പുതിയതാണ്. നാളെ രാവിലെയാകുമ്പോ പറയുന്നത് ഞാനൊരു പുതിയ സൃഷ്ടിയാ, ഇന്നലത്തത് കഴിഞ്ഞു പോയി. അതുകൊണ്ട് ഈ പുതിയ ജീവിതത്തിൽ നിങ്ങൾ കഴിയുമ്പോ, ഈ പുതിയ സൃഷ്ടിയെ നിങ്ങൾ ഉപയോഗപ്പെടുത്തുമ്പോ സൽക്കർമ്മങ്ങളാൽ എന്നെ പൊതിയുക. നിങ്ങൾ ഒരുപാട് കർമ്മങ്ങൾ ഈ ദിവസത്തിൽ ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ പോയി കഴിഞ്ഞാൽ പിന്നെ അന്ത്യനാൾ വരെ എന്നെ ഉപയോഗപ്പെടുത്താൻ നിങ്ങൾക്ക് കിട്ടൂല എന്ന് പറഞ്ഞാൽ, ഈ ദിവസം പോയാൽ ഇന്ന് രാവിലെ ഒരു പുതിയതായിരുന്നു. ഇന്ന് നമുക്ക് എന്ത് സൽക്കർമ്മം ചെയ്യാൻ സാധിച്ചു? സാധിച്ചില്ലേ? ഈ ദിവസം കഴിഞ്ഞു പോയി. ഇനി ഈ ദിവസം, ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഒരിക്കലും നിങ്ങളിലേക്ക് കടന്നു വരുന്നില്ല എന്ന്. അപ്പൊ അമലു സാലിഹാത്ത് ചെയ്യാനുള്ള അവസരങ്ങൾ നമ്മുടെ ഈമാനിന്റെ കൂടെ തന്നെ നമ്മൾ ഉപയോഗപ്പെടുത്തണം എന്ന് മനസ്സിലായി. ഇനി ഇതിൽ പഠിക്കുന്ന ഒരു വാക്ക് അൽ മഅ്വ എന്ന, ജന്നാത്തുൽ മഅ്വ എന്ന് പറയല്ലേ, താമസിക്കാനുള്ള ഒരു സങ്കേതം, താമസിക്കാനുള്ള സ്വർഗം. ഹുവൽ മക്കാനുൽ ലദി യഅ്വ ഇലൈഹിൽ ഇൻസാൻ വയൽജു ഇലൈഹി ലിയഹ്ഫുദഹു മിൻ കുല്ലി മക്റൂഹ്. മഅ്വ എന്ന് പറഞ്ഞാൽ മനുഷ്യന് ഒരു ഷെൽട്ടർ ആയിട്ട് എല്ലാ തരത്തിലുള്ള ഉപദ്രവങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ള ഒരു കേന്ദ്രമായിട്ട് അവൻ കാണുന്ന ഒരു ഭാഗത്തെയാണ് അൽ മഅ്വ എന്ന് പറയുന്നത്. അഭയം കണ്ടെത്തുന്ന സ്ഥലം എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ജന്നാത്തുൽ മഅ്വ എന്നാണ്. ജന്നാത്ത് എന്ന് പറഞ്ഞാൽ തോട്ടം, ഉല്ലാസ കേന്ദ്രങ്ങൾ. അപ്പൊ അവർക്കുള്ള ഉല്ലാസ കേന്ദ്രങ്ങളായ അവരുടെ ഉദ്യാനങ്ങൾ എന്ന് പറയുന്നത് അവർ സ്ഥിരമായിട്ട് താമസിക്കുന്ന, അഭയം കണ്ടെത്തുന്ന മഅ്വയാണ്. അവർ സ്ഥിര താമസം ചെയ്യുന്ന ഭവനങ്ങൾ ഉണ്ട് അവർക്ക് എന്നാണ്. ഒരായത്ത് നമ്മൾ പഠിച്ചില്ലേ, റബ്ബിന്റെ മഖാമിൽ, അവന്റെ മുമ്പിൽ നിൽക്കണമെന്ന് പേടിച്ചുകൊണ്ട് ഖൗഫോടുകൂടി കഴിഞ്ഞുകൂടുന്നവർ, അതേപോലെ തൻ്റെ നഫ്സിനെ അതിന്റെ ഇച്ഛയിൽ നിന്നും തടഞ്ഞു നിർത്തുകയും ചെയ്ത ആളുകൾക്ക് ഫൈനൽ ജന്നത ഹിയൽ മഅ്വ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അവന് സ്വർഗമാണ് അവലംബിക്കാനുള്ളത്, സ്വർഗമാണ് അവരുടെ സങ്കേതമായി വരുന്നത് എന്ന് വന്നിട്ട്. അപ്പൊ മഅ്വ എന്നുള്ള വാക്കിന്റെ അർത്ഥമാണ് നമ്മൾ പഠിച്ചത്. പിന്നെ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു, ഒരു വാക്കുണ്ട് ഇതില്, അതിഥികളായി എത്തുന്നവർ എന്നുണ്ട് അല്ലെ. നുസിലാണ് സമ്മാനമായി കിട്ടുന്ന, ആതിഥ്യമായി കിട്ടുന്ന, സൽക്കാരമായി കിട്ടുന്ന വാക്കിനാണ് അന്നുസില് എന്ന് പറഞ്ഞത്. ഹുവൽ മക്കാനുൽ മുഇദ് ലിയൻസില ഫീഹി ളൈഫ് അത്താരി അലൈക്. ഒരു
നുസില് എന്ന് പറയുന്ന സാധാരണ ഈ ഹോട്ടലിനൊക്കെ വലിയ വലിയ സ്റ്റാർ ഹോട്ടലിനൊക്കെ നുസില് എന്ന് പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താ, പെട്ടെന്ന് ഇങ്ങനെ 4 ദിവസത്തിന് 5 ദിവസത്തിന് 10 ദിവസത്തിനൊക്കെ വരുന്ന അതിഥികൾക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് എല്ലാവിധ പ്രൗഢിയോടും അലങ്കാരത്തോടും സൗകര്യത്തോടും കൂടെ ഒരുക്കപ്പെട്ടിരിക്കുന്ന റൂമുകൾക്ക്, സ്റ്റാർ ഹോട്ടലുകൾക്ക് നുസില് എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, അള്ളാഹു നമ്മെ അതിഥിയായി സ്വീകരിക്കുമ്പോ നമുക്ക് വേണ്ടി അള്ളാഹുവിന്റെ ഈ ഉദ്യാനങ്ങളിൽ, ഈ സ്വർഗങ്ങളിൽ, സ്ഥിര താമസത്തിന്റെ ആ ഭവനങ്ങളിൽ എന്തുമാത്രം ആതിഥ്യ മര്യാദയോടുകൂടിയായിരിക്കും അള്ളാഹു അവിടെ നമുക്ക് സൗകര്യങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ടാവുക എന്ന് ആലോചിച്ച് നോക്കൂ. വല്ലാത്തൊരു അനുഗ്രഹീതമായ ഒരു വാക്കാണ് നമ്മൾ കാണേണ്ടത്. പിന്നെ ആയത്തിന്റെ ലാസ്റ്റിൽ നമ്മൾ കണ്ടത് ബിമാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടാണ് സംഭവിക്കുന്നത്. അതിനുള്ള ഒരു ഉപകാരം എന്നുള്ളവർക്കാണ്, അതിനുള്ള ഒരു നന്ദി എന്നുള്ളവർക്കാണ് അള്ളാഹു ഇത് ചെയ്തു തരുന്നത്. ഇവിടെ നമ്മൾ വെറുതെ അല്ലല്ലോ അധ്വാനിച്ചത്. വെറുതെ കഷ്ടപ്പെടാതെ, ക്ഷീണമില്ലാതെ, ദുഃഖമില്ലാതെ, സങ്കടമില്ലാതെ ആണോ ഇവിടെ നമ്മൾ കഴിഞ്ഞുകൂടിയത്? ഒരിക്കലും അല്ല. ക്ഷീണവും ഉത്കണ്ഠയും ദുഃഖവും സങ്കടവും നിറഞ്ഞതാണ് ഈ ലോകത്തെ ഏത് ജോലിയും. അത്തരം ജോലികൾ നിറഞ്ഞതാണ് നമ്മുടെ ഈ ജീവിതം എന്ന് പറയുന്നത്. എന്നാൽ നമുക്ക് സ്വർഗലോകത്തെത്തിയാലും അള്ളാഹു ചില ജോലികൾ തരുന്നുണ്ട്. ആ ജോലികൾ എന്താണെന്നറിയോ? ആ ജോലികൾ ഇന്ന അസ്ഹാബൽ ജന്ന ജന്നത്തിൽ യൗമ ഫീ ശുഉലിൻ ഫാക്കിഹൂൻ പഠിച്ചിട്ടില്ലേ? സ്വർഗത്തിൽ എത്തിപ്പെട്ട ആളുകൾക്ക് ഇന്നിതാ അവരേറെ ആസ്വദിക്കുന്ന, അവർക്ക് വളരെ സന്തോഷകരമായ വിധത്തിലുള്ള ചില ജോലികളൊക്കെയാണ് അള്ളാഹു നൽകുന്നത്. അത് ആസ്വാദനങ്ങളാണ്, അത്തലദ്ദുതാണ്. പിന്നെ ഒരുപാട് അനുഗ്രഹങ്ങളെ ആസ്വദിച്ചുകൊണ്ട് അങ്ങനെയുള്ള ചില ജോലികളൊക്കെ അള്ളാഹു നൽകിയിട്ട് സന്തോഷം നൽകുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത് എന്നാണ്. ഈ ആയത്ത് അവസാനിപ്പിക്കുമ്പോ നമുക്ക് ചോദിക്കാനുള്ളത്, പറയാനുള്ളത്, പ്രാർത്ഥിക്കാനുള്ളത്, അള്ളാഹുവേ, നീ നിന്റെ സ്വർഗം സമ്മാനമായി, ആതിഥ്യമായി, നിന്റെ സൽക്കാരമായി നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യുമാറാകണേ എന്നാണ് ഒരു പ്രാർത്ഥന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന, അള്ളാഹുവേ ഞാൻ നിന്നോട് സ്വർഗം ചോദിക്കുന്നു. വമാ ഖറബ ഇലൈഹ മിൻ ഖൗലിൻ ഔ അമലിൻ, ആ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന ഏതൊക്കെ വാക്കുകളുണ്ടോ, ഏതൊക്കെ പ്രവർത്തനങ്ങളുണ്ടോ അതൊക്കെ ചെയ്യാനും അള്ളാഹുവേ നീ അതിന് എനിക്ക് തൗഫീക്ക് നൽകണം. അത് ഞാൻ നിന്നോട് ചോദിക്കാണ്. വഅഊദു ബിക മിനന്നാർ, നരകത്തിൽ നിന്നും ഞാൻ നിന്നോട് അതിന്റെ മോചനം ചോദിക്കുകയാണ്, രക്ഷ ചോദിക്കുകയാണ്. വമാ ഖറബ ഇലൈഹ മിൻ ഖൗലിൻ ഔ അമലിൻ, നരകത്തിലേക്ക് അടുപ്പിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള വാക്കുകളോ പ്രവർത്തനങ്ങളോ ഒക്കെ വന്നു പോവുകയാണെങ്കിൽ അതിൽ നിന്നും അള്ളാഹുവെ ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു എന്ന് പറയുന്ന ഒരു പ്രാർത്ഥന ഉണ്ട്. അത് ഞാനിത് അയച്ചു തരുമ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് അതിൽ പഠിക്കാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഈ ഒരു സ്ലൈഡ് നോക്കിയാൽ പഠിക്കാൻ സാധിക്കുന്നതാണ്. 22ാമത്തെ സ്ലൈഡിലാണ് ഈ പ്രാർത്ഥന ഉള്ളത്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന വമാ ഖറബ ഇലൈഹാ മിൻ ഖൗലിൻ ഔ അമൽ വഅഊദു ബിക മിനൽ ജന്ന വമാ ഖറബ ഇലൈഹാ മിൻ ഖൗലിൻ ഔ അമലിൻ. സ്വർഗം ചോദിക്കുന്നു. സ്വർഗത്തിലേക്ക് അടുക്കാൻ എന്തൊക്കെ അമല് ചെയ്യണം, എന്തൊക്കെ പറയണം, എന്തൊക്കെ നല്ല വാക്ക് പറയണം, എന്തൊക്കെ പ്രവർത്തി നല്ല കാര്യങ്ങൾ ചെയ്യണം, അതൊക്കെ നീ എനിക്ക് കാണിച്ചു തരണം. നരകത്തിൽ നിന്ന് ഞാൻ രക്ഷ ചോദിക്കുന്നു. നരകത്തിലേക്ക് അടുപ്പിക്കുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, വാക്കും പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. അതിലോട്ട് ഞാൻ പോകാതിരിക്കട്ടെ എന്നുള്ളവർക്ക് ഞാൻ ചോദിക്കുന്നു എന്നാണ് നമ്മൾ പറയുന്നത്. ഇനി നമ്മൾ അടുത്ത ആയത്തിലേക്ക് പോവാണ്. وَأَمَّا الَّذِينَ فَسَقُوا فَمَأْوَاهُمُ النَّارُ كُلَّمَا أَرَادُوا أَن يَخْرُجُوا مِنْهَا أُعِيدُوا فِيهَا وَقِيلَ لَهُمْ ذُوقُوا عَذَابَ النَّارِ الَّذِي كُنْتُمْ بِهِ تُكَذِّبُونَ. നേരത്തെ കാണിച്ചിരിക്കുന്ന വാക്കുകൾ ശ്രദ്ധിക്കണേ. ഫസഖു
അറാദു, യഖ്റുജു, ഉഈദു, ഖീല, ദൂഖു, തുകദ്ദിബൂൻ ഒക്കെ വാക്കുകൾ ആണ് നിങ്ങൾ പഠിക്കാനുണ്ട്. അത് ഞാൻ താഴത്ത് കാണിച്ചു തരാം. നിങ്ങൾ പഠിക്കേണ്ട വാക്കുകളാണ്. അതെന്താണെന്നുള്ളത് താഴെ വരുന്നുണ്ട്. ഓത്തിൽ ശ്രദ്ധിക്കേണ്ട പിന്നെ കുല്ലമാ അറാദു അൻ യഖ്റുജു അദാബൻ നാരി. പിന്നെ അല്ലദീ കുന്തും എന്നാൽ ധിക്കാരം കാണിച്ചവരാരാണോ? നമ്മൾ ഫാസിഖീങ്ങൾ ആമനു പറഞ്ഞു കേട്ടോ. നേരത്തെ 2 വിഭാഗം പറഞ്ഞു. ആമനും ഈമാനുള്ളവരും ഫാസിഖീങ്ങളും തുല്യരല്ല. അതില് ഇനി ഫാസിഖീങ്ങളെ പറയാൻ പോവാം. എന്നാൽ ധിക്കാരം കാണിച്ചവരോ അവരുടെ വാസസ്ഥലം നരകമാകുന്നു. അവർ അതിൽ നിന്ന് പുറത്തു കിടക്കാൻ ഉദ്ദേശിക്കുമ്പോഴൊക്കെ അതിലേക്ക് തന്നെ അവർ തിരിച്ചേക്കപ്പെടുന്നതാണ്. പുറത്തു കിടക്കാൻ ഉദ്ദേശിക്കുമ്പോഴൊക്കെ അതിലോട്ട് തന്നെ തള്ളിടും. നിങ്ങൾ നിഷേധിച്ച് തള്ളിക്കളഞ്ഞിരുന്ന ആ നരകത്തിലെ ശിക്ഷ നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുക എന്നവരോട് പറയപ്പെടുകയും ചെയ്യും. നിങ്ങൾ നിഷേധിച്ച് കളഞ്ഞിരുന്ന ആ നരകത്തിലെ ശിക്ഷ നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുക. അർത്ഥം നമ്മളൊന്നും പഠിക്കുമ്പോൾ ക്ലിയർ ആകും. നോക്കാം. മഅ്വാഹും അവരുടെ വാസസ്ഥലം, കുല്ലമാ അറാദു അവർ ഉദ്ദേശിക്കുമ്പോഴൊക്കെ, കുല്ലമാ അറാദു അവർ ഉദ്ദേശിക്കുമ്പോഴൊക്കെ, അൻ യഖ്റുജു മിൻഹ അതിൽ നിന്ന് പുറത്തു കിടക്കാൻ, ഉഈദു ഫീഹ അതിലേക്ക് തന്നെ അവർ തിരിച്ചയക്കപ്പെടുന്നതാണ്. കുന്തും ബിഹി തുകദ്ദിബൂൻ നിങ്ങൾ നിഷേധിച്ച് തള്ളിക്കളഞ്ഞിരുന്ന അദാബന്നാർ നരകശിക്ഷ, സൂഖൂ നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുക, ഖീലലഹും അവരോട് പറയപ്പെടും. ഈ വാക്കർത്ഥം നിങ്ങൾ നോക്കിയിട്ട് പഠിക്കണം. മഅ്വാഹും കുല്ലമാ അറാദു അൻ യഖ്റുജു മിൻഹാ ഉഈദു ഫീഹാ കുന്തും ബിഹി തുകദ്ദിബൂൻ അദാബന്നാർ ദൂഖൂ ഖീലലഹും. ഇത്രയാണ് വേർതിരിച്ച് എഴുതിയിരിക്കുന്നത്. ഓക്കെ. ഇനി ഈ ആയത്തില് കുറെ ക്രിയാരൂപങ്ങളുണ്ട്. ഒന്ന് ശ്രദ്ധിച്ചു നോക്കേ. ഞാൻ നിങ്ങളോട് നേരത്തെ അവിടെ ബ്ലൂവിൽ എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞ പദങ്ങളില്ലേ, അതിപ്പോ ഞാനിത് അവിടെ റെഡിൽ എഴുതി കാണിച്ചിരിക്കുന്നു. ഏകവചനം ഫസഖ, ദ്വിവചനം ഫസഖ, ബഹുവചനം ഫസഖു. ഫസഖൂ എന്നാണ് വന്നത്. അവർ ധിക്കാരം ചെയ്തു. പിന്നൊരു പദം വന്ന അറാദു എന്നാണ്. അവർ ഉദ്ദേശിച്ചു. അറാദ അവൻ ഉദ്ദേശിച്ചു. അറാദ അവർ 2 പേർ ഉദ്ദേശിച്ചു. അറാദു അവർ കുറെ പേർ ഉദ്ദേശിച്ചു. അവർ ഉദ്ദേശിച്ചു. പിന്നെ കുന്ത, ഇവിടെ കുന്തും എന്ന് വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആയിരുന്നു ആണ് വാക്കിനർത്ഥം. കുന്ത നീ ആയിരുന്നു. കുന്തുമ നിങ്ങൾ 2 പേരായിരുന്നു. കുന്തും നിങ്ങളായിരുന്നു. അപ്പൊ കുന്തു എന്നുള്ള ബഹുവചനാണ്. വേറൊരു ഗ്രൂപ്പ് യഖ്റുജൂന, അവിടെ യഖ്റുജൂന്ന് മാത്രമേ വന്നിട്ടുള്ളൂ. ബാക്കി യഖ്റുജൂന എന്നാണ്. അവർ പുറപ്പെടുന്നു. തുകദ്ദിബൂന അവർ നിങ്ങൾ നിഷേധിക്കുന്നു. അതും നിങ്ങൾ ബഹുവചനം തന്നെയാണത്. അതിന്റെ ഏകവചനം ഞാൻ എഴുതി കാണിച്ചിട്ടുണ്ട്, യഖ്റുജു. പിന്നെ ദ്വിവചനം ഉണ്ടായിന് യഖ്റുജാനി എന്നാണ്. അതേപോലെ തുകദ്ദിബൂന എന്നുള്ളതിന്റെ ഏകവചനം തുകദ്ദിബൂന്നാണ്. പിന്നെ തുകദ്ദിബാനി എന്നാണ് ദ്വിവചനം പറയാം. തുകദ്ദിബൂന എന്നല്ല നിങ്ങൾ എന്നാണ്. യഖ്റുജൂന യാ വന്നപ്പോ അവർ എന്നാണ്. തു വന്നപ്പോ നിങ്ങൾ എന്നാണ്. വേറൊരു ഗ്രൂപ്പ് ഉണ്ട് ഇവിടെ. ഉഈദു എന്നൊരു വാക്കാണ് വന്നിട്ടുണ്ട്. ഉഈദു അവർ മടക്കപ്പെടുന്നു. മടക്കി എന്നല്ല, മടക്കപ്പെട്ടു എന്നാണ് കേട്ടോ. മടക്കപ്പെട്ടു. പിന്നെ ഖീല എന്നൊരു വാക്കുണ്ട്. അതിനർത്ഥം പറയപ്പെട്ടു എന്നാണ്. കാല പറഞ്ഞു, ഖീല പറയപ്പെട്ടു, അവരോട് പറയപ്പെടുന്നു എന്നാണ്. അപ്പൊ ആയത്തിലുള്ള ക്രിയാരൂപങ്ങൾ ഇത്രയാണ്. ഫിഅലായിട്ടുള്ള വാക്കുകൾ ഇത്രയാണ്. അതൊന്ന് നിങ്ങൾ ശ്രദ്ധയിൽ വെക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞത് മാത്രം. ജസ്റ്റ് അതിനെ ഡീപ്പായിട്ടൊന്നും പഠിക്കാൻ പോകണമെന്നില്ല. പക്ഷെ അത് ഫസഖു എന്നുള്ളത് ഫസഖ അവൻ
ഫിസ്ക് ചെയ്തു എന്നുള്ളതിന് ഫസക്ക എന്നാ പറയുന്നതെന്നുള്ള ഈ ടേബിൾ നോക്കിയാൽ കിട്ടും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഫസക്കു എന്നുള്ളതിന്റെ അർത്ഥം എന്താണെന്നറിയ ശരിക്ക് നമ്മൾ അവിടെ പറഞ്ഞില്ല. ഫസക്ക എന്ന വാക്കിന്റെ അർത്ഥം ഇത് കണ്ടില്ലേ, ഈത്തപ്പഴം. ആ ഈത്തപ്പഴത്തിന്റെ പുറമേ ഉള്ള തൊലി പൊളിഞ്ഞു പോകുന്നതിന് പറയുന്ന പേരാണ് പോലും അത്. ഫസക്കത്തിൽ എന്നാണ്. തൊലി പുറത്തേക്ക് പോകുമ്പോ പൊളിഞ്ഞു പോകുന്ന പുറത്തേക്ക് പോകുന്ന ഒരു അവസ്ഥക്കാണ് ഫസക്ക എന്ന് പറയാന്നാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ ഉദ്ദേശം? അല്ലദീന ഖറജു അൻ തഅത്തില്ല, അള്ളാഹുവിനെ അനുസരിക്കുന്നതിൽ പുറത്തേക്ക് പോയി. നേരത്തെ ഇബ്ലീസിനെ പറ്റി പറഞ്ഞില്ലേ, ഇല്ലാ ഇബ്ലീസ കാന മിനൽ ജിന്നി ഫഫസഖ അൻ അംരി റബ്ബിഹി, റബ്ബിന്റെ കൽപ്പന അനുസരിക്കാതെ പുറത്തേക്ക് പോയി എന്ന് പറയുന്നതിന്റെ പറ്റിയാണ് ഫസഖ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പഠിച്ച മഅ്വ ഇവിടെയും വന്നിട്ടുണ്ട്. പിന്നെ ഫാസിഖീങ്ങളെ പറഞ്ഞപ്പോഴും അവർക്കും മഅ്വയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് മഅ്വ? നേരത്തെ നമ്മൾ പറഞ്ഞു മഅ്വ എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരാൾക്ക് സുഖം കിട്ടാനും സന്തോഷം കിട്ടാനും സുഖമായിട്ട് കഴിയാനൊക്കെ അയാൾ അവലംബിക്കുന്ന അഭയം കണ്ടെത്തുന്ന കേന്ദ്രത്തിനാണ് യഥാർത്ഥത്തിൽ മഅ്വ എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെയുള്ളത് എന്താ? ഇയാൾക്കുള്ള മഅ്വ എന്താ? കടുത്തതും അസഹ്യമായതും ആയ അവരുടെ സ്ഥിരവാസത്തിന്റെ നരകത്തെ സംബന്ധിച്ചാണ് ഇവർക്ക് മഅ്വയുണ്ട് എന്ന് ഫാസിഖീങ്ങളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ നേരത്തെ ഒരു ആയത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു, വമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി എന്നുള്ള ആയത്തില്ലേ, വനഹം നഫ്സാനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅ്വ. ഏതാ സൂറത്ത്? അതിന്റെ ബാക്കിയേ ഏതാ സൂറത്ത്? ഏതാ? സൂറത്തു നാസിയാത്ത്. ഓക്കെ. فأما من طغى وآثر الحياة الدنيا فإن الجحيم هي المأوى. എന്നാൽ ത്വാഗിയായ അതിക്രമകാരിയായ ഒരാള് വാസറൽ ഹയാത്ത് ദുനിയ, ഐഹിക ജീവിതത്തെ തെരഞ്ഞെടുക്കുകയും ചെയ്തു, ഐഹിക ജീവിതത്തെ മുൻതൂക്കം കൊടുത്തുകൊണ്ട് പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് അതിന്റെ പിന്നാലെ പോവുകയും ചെയ്തവൻ ഫൈനൽ ജഹീമ ഹിയൽ മഅ്വ, അവന് നരകമാകുന്ന കത്തിയാളുന്ന നരകമാകുന്നു അവന്റെ സങ്കേതം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ആയത്ത് അവിടെ അവസാനിപ്പിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ ഇതിൽ വന്നൊരു പദം ദൂഖു എന്നാണ്. ആ ദൂഖു എന്നത് നമ്മൾ കഴിഞ്ഞ ആയത്തുകളിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. എന്താണ് ദൗഖ്, എന്താണ് ആസ്വാദ്യം എന്ന് പറയുന്നത്? അൽ ഇദാഖത്ത്, ഈ ദൗഖ് എന്ന് പറയുന്നത് ഈ ഒരു സൗഖ്യം, ഈ ഒരു പ്രത്യേകമായ ആസ്വാദനം എന്ന് പറയുന്നത് നമ്മുടെ നാവുകൾ കൊണ്ടാണ് നമ്മൾ അതിന്റെ രുചി നോക്കുന്നതെങ്കിലും ആ രുചി നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങളിലേക്കൊക്കെ അരിച്ചിറങ്ങുന്നതാണ്. അത് ആ ശരീരത്തിന്റെ അവയവങ്ങളിലൊക്കെ വന്നു നിൽക്കുന്ന ഒരു അനുഭവപ്പെടുന്ന ഒരു അനുഭവമാണ് യഥാർത്ഥത്തിൽ ഈ ദൗഖ് എന്ന് പറയുന്നത്, അല്ല ഇദാഖത്ത് എന്ന് പറയുന്നത്. അതേപോലെ നരകവും നമ്മളോട് ആസ്വദിക്കുക എന്ന് പറയുമ്പോൾ നരകത്തിൻ്റെതായ ആ വേദനാജനകമായ ശിക്ഷയുടെ ആ ഒരു അവസ്ഥകൾ നമ്മൾ അനുഭവിക്കുമ്പോൾ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ചെറിയ ഭാഗത്ത് ഒരു ചെറിയ രീതിയിൽ നമുക്ക് ആ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരുമ്പോ ശരീരം മുഴുവനായിട്ട് അത് വ്യാപിക്കുന്ന ആ ശിക്ഷയുടെ കാഠിന്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിലാണ് ആ ശിക്ഷയുള്ളത്. അതുകൊണ്ടാണ് ദൂഖു എന്ന് പറഞ്ഞത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇത്രയാണ് ഇന്ന് നമ്മൾ സംസാരിച്ച ആയത്തുകളിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. ആയത്തുകൾ 3 കൂടെ ഞാൻ ഒന്നും കൂടെ ഓതാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അഫമൻ കാന മുഅ്മിനൻ കമൻ കാന ഫാസിഖാ ലാ യസ്തവൂൻ أما الذين آمنوا وعملوا الصالحات فلهم جنات المأوى نزلا بما كانوا يعملون وأما الذين فسقوا فمأواهم النار كلما أرادوا أن يخرجوا منها أعيدوا فيها وقيل لهم ذوقوا عذاب
النار الذي كنتم عذاب النار الذي كنتم به تكذبون أفمن كان مؤمنا كمن كان فاسقا لا يستوون മുഅ്മിനായവനും ഫാസിക്കായവനും തുല്യരാണോ? ഒരേപോലെയാണോ? അല്ല, ഒരേപോലെ അങ്ങനെ ആയിക്കഴിഞ്ഞവനും ലാ യസ്തവൂൻ, അവരൊരിക്കലും തുല്യരാവുകയില്ല എന്ന് അസന്നിഗ്ധമായി അള്ളാഹു പ്രഖ്യാപിക്കുകയാണ്. അപ്പം വിശ്വസിച്ചു എന്നതിന്റെ പേരിൽ, വിശ്വാസികളായി എന്നതിന്റെ പേരിൽ അള്ളാഹുവിന്റെ അടുക്കൽ പ്രത്യേകമായ പദവികളും സ്ഥാനങ്ങളും ഒക്കെയുണ്ട്. അവർ ഉയർന്നവരാണ്, അവർ അമ്നുള്ളവരാണ്, നിർഭയമുള്ളവരാണ്, സമാധാനമുള്ളവരാണ്. മറ്റുള്ളവരെ നിങ്ങൾ കാണുന്നത് പോലെ അങ്ങനെ വിലയിരുത്തേണ്ട, അവരെക്കാൾ ഒരുപാട് 10 മടങ്ങ് ശക്തിയുള്ളവരാണ് ഈമാനികമായിട്ട് നിങ്ങൾ എന്നൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അടുത്തത് ഓക്കെ. എന്നാൽ പിന്നെ 2 വിഭാഗത്തെ അള്ളാഹു ഇവിടെ വിശദീകരിച്ചു തന്നു. എന്നാൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്ത ആളുകൾക്ക് ജന്നാത്തുൽ മഅ്വ, സ്ഥിരമായി താമസിക്കാനുള്ള സ്വർഗങ്ങളുണ്ട്. ആ സ്വർഗം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ സൽക്കാരാണ്. അത് അവർ പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ട് അള്ളാഹു നൽകുന്നതാണ്. എന്നാൽ ഫസഖു, ധിക്കാരം ചെയ്ത ആളുകളുണ്ടല്ലോ, കുഫറും ഫുസൂഖും തുഗയാനും അതേപോലെയുള്ള ഫുസൂഖുകളൊക്കെ, ആ ദുർനടപ്പുകളൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് അവർക്ക് ഫമഅ്വാഹും, അവരുടെ സങ്കേതം എന്ന് പറയുന്ന അന്നാറാണ്, നരകമാണ്. ആ നരകത്തിന്റെ പ്രത്യേകത എന്താ? അതിൽ നിന്ന് വേദന കൊണ്ട് എരിപൊരി കൊള്ളുമ്പോ പുറത്ത് കിടക്കണം എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ പുറത്തേക്കല്ല പോരുക, അകത്തേക്ക് തന്നെ വീണ്ടും തള്ളുകയാണ് ചെയ്യുക. ആ തീയിന്റെ കാഠിന്യത്തിലേക്ക് കൂടുതൽ കൂടുതൽ അവർ ആപതിക്കുകയാണ്, അതിന്റെ ആഴങ്ങളിലേക്ക് വീണ്ടും അവർ വീണു പോവുകയാണ് ചെയ്യുക എന്നാണ് ഉഈദു ഫീഹ. മാത്രല്ല അവരോട് പറയപ്പെടും വഖീല ലഹും ദൂഖു അദാബന്നാർ അല്ലദീ കുന്തും ബിഹി തുകദ്ദിബൂൻ, നിങ്ങൾ ഇതിനെയായിരുന്നു, ഈ തീയെ, ഈ നരകത്തെ നിങ്ങൾ നിഷേധിച്ചായിരുന്നു നിങ്ങൾ കഴിഞ്ഞു കൂടിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ട് തന്നെ ആ ശിക്ഷ നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുക എന്നവരോട് പറയപ്പെടും എന്നാണ് ആ ആയത്തിന്റെ അവസാനത്തിൽ നിന്ന് നമ്മൾ കാണുന്നത്. അള്ളാഹു നമ്മൾ പഠിച്ചതും അറിഞ്ഞതും മനസ്സിലാക്കിയതുമായ കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഈമാനോടുകൂടി, ഈമാൻ ശക്തിപ്പെടുത്തിക്കൊണ്ട് അതിന്റെ കൂടെ അമലുസ്സാലിഹാത്തുകൾ വർദ്ധിപ്പിച്ചതുകൊണ്ട് സജ്ജനങ്ങളായി കഴിഞ്ഞുകൂടാൻ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ പഠിച്ചതും അറിഞ്ഞതും മനസ്സിലാക്കിയതുമായ കാര്യങ്ങൾ ജീവിതത്തിൽ പുലർത്താൻ അള്ളാഹു നമ്മെ തുണക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആൻ പഠിതാക്കളാണ് എന്നുള്ള നിലക്ക്